സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിക്കറ്റ് വിത്ത് മീ ഷാനുസി ഷാ. അപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ എൻ്റെ ക്രിക്കറ്റ് ജേണിയാണ്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് മാച്ചസ് കളിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ടൂർണമെൻറ്റ്സ് കളിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരിലേക്കും പങ്കുവെക്കാനുണ്ട്. അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള അങ്കമാലിയിലുള്ള BCG എന്നുള്ള നല്ല അതിമനോഹരമായ ഒരു ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിന് പ്രത്യേകത എന്ന് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ റെയിൽവേ ട്രാക്കാണ്. ഞാൻ പലവട്ടം ട്രെയിനിലൂടെ പോകുമ്പോൾ ഇങ്ങനെ ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട്. അല്ലാതെ നമ്മൾ കളിക്കുമ്പോഴും കണ്ടില്ലേ, നല്ലൊരു വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫീൽഡിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫീൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എറണാകുളത്തുള്ള ഡോമിനേറ്റേഴ്സിനെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ക്ലബ്ബ് ടീമാണ്. വളരെ ഇഷ്ടപ്പെട്ടൊരു ടീമാണ് എൻ്റെ. നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീം മെമ്പേഴ്സാണ് എൻ്റെ ടീമിലുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക 30 ഓവർ മാച്ചസ് ആണ്. കാരണം എല്ലാവർക്കും ചാൻസസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 30 ഓവർ മാച്ചസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു ഫീൽഡർ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മെയിൻ ഏരിയാസ്, ക്യാച്ചസ് വരാനുള്ള ഏരിയാസാണ് ഞാൻ കൂടുതൽ എടുക്കുക ഫീൽഡിങ് സൈഡിൽ. അപ്പോൾ പണ്ട് ഞാൻ കോളേജ് ക്രിക്കറ്റൊക്കെ കളിച്ചിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും ലീഡ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ലീഡ് ചെയ്തുകൊണ്ട് ഞാൻ കൂടുതലും ഇന്നർ സർക്കിളിലായിരുന്നു ഫീൽഡ് ചെയ്തിരുന്നത്. ഇങ്ങനെ ഈ ലെവലിലേക്ക് മാറുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ 2 ടീമിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ ക്യാച്ചസ് എടുക്കാൻ പറ്റിയ രീതിയിൽ ലോങ് ഓൺ ലോങ് ഓഫ്, അതുപോലെ തന്നെ മിഡ് വിക്കറ്റ്, സ്ലിപ്പ്, അങ്ങനെ എല്ലാ സ്ഥലത്തുകളിലാണ് ഞാൻ ഫീൽഡ് ചെയ്യുക. നല്ല പെർഫോമൻസ് കളിച്ചു പോയ ബാറ്ററാണ്. അവർക്ക് അപ്രിഷിയേഷൻ കൊടുത്തു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചേസ് ചെയ്യാൻ ഇറങ്ങാണ്. അപ്പം എൻ്റെ കൂടെ ഇറങ്ങുന്നത് ക്യാപ്റ്റൻ നിതീഷ് ചേട്ടനാണ്. നമുക്കൊരു ചെറിയ ടാർഗറ്റാണുള്ളത്. 196 ആണ് നമുക്ക് ചേസ് ചെയ്യാനുള്ളത്. അപ്പം എന്തായാലും എന്താവും നോക്കാം. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീലാട്ടോ ഈ വിക്കറ്റിലേക്ക് നമ്മൾ നടന്നിറങ്ങുന്നൊരു ഫീല്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഇരുന്ന് കാണുന്നവർക്ക് ആ ട്രെയിൻ പോകുന്നതും കാണാം. അങ്ങനത്തെ അതൊരു പ്രത്യേക ഫീലാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഫസ്റ്റ് ബോൾ തന്നെ സിംഗിൾ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. ബാക്കി എന്താവും നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് ഓവറിൽ തന്നെ നമുക്കൊരു വിക്കറ്റ് പോയി. അപ്പോൾ ന്യൂ ബാറ്റർ വന്നു. ഇനി കുറച്ചൊന്ന് അവരുടെ സൈഡിലേക്കാണ് കളി ഷിഫ്റ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് ഓവറിൽ തന്നെ നമുക്കൊരു വിക്കറ്റ് ലോസ് വന്ന സ്ഥിതിക്ക് അപ്പോൾ നല്ലൊരു ഒന്ന് പിടിച്ചാണ് ആ ബോൾ വന്നത്. അതുകൊണ്ട് ഞാൻ പഞ്ച് ചെയ്ത് കറക്റ്റ് ടൈം ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ നെക്സ്റ്റ് ബോൾ കറക്റ്റ് ബാറ്റിലേക്ക് വന്നത്. ഞാൻ ഒരു കവർ ഡ്രൈവ് ബൗണ്ടറിയിലേക്ക് അടിച്ചു. ജസ്റ്റ് ഒരു റണ്ണാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് വീണ്ടും ഒരു വിക്കറ്റ് പോയി. അതൊരു ബൗണ്ടറിയാണ്. നല്ലൊരു ഷോട്ടായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ മാച്ച് വ്ളോഗ്സും എല്ലാം ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.